BSc മാത്തമാറ്റിക്സ് തേർഡ് സെമസ്റ്റർ കാൽക്കുലസിന്റെ ഒക്ടോബർ 2019 നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. കാൽക്കുലസിനകത്ത് മെയിനായിട്ടും 2 മോഡ്യൂൾ ഇന്റഗ്രേഷനെ കുറിച്ചാണ്, പിന്നെ 2 മോഡ്യൂൾ ഡിഫറൻസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം, എക്സ്പാൻഡ് a raised to x by മാക്ലോറിൻ സീരീസ്. അപ്പൊ മാക്ലോറിൻ സീരീസ് ഉപയോഗിച്ച് a raised to x എക്സ്പാൻഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മാക്ലോറിൻ സീരീസ് എന്താണെന്ന് എഴുതി വെക്കുക. എന്താണ്? f of xi is equal to f of 0 plus x f dash of 0 plus x square by 2 factorial x double dash of 0 plus etc. അപ്പൊ a raised to x ന്റെ അപ്പൊ നമ്മൾ എന്താ, f of x a raised to x ആണ്, f dash x അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പൊ a raised to x ന്റെ അത് ആൻസർ എന്ത് കിട്ടുന്നത്? 1 plus x log a plus x square by 2 factorial log a the whole square plus etc. എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ കർവ് y equal fx at the point px, y. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിന്റെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എക്സ് നോട്ട് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ എക്സ് നോട്ട് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് വൈ വൺ ഇൻറ്റു 1 പ്ലസ് വൈ വൺ ദ സ്ക്വയർ ബൈ വൈ ടു. വൈ കോർഡിനേറ്റിന്റെ ഇക്വേഷൻ വൈ നോട്ട് ഈസ് ഇക്വൽ ടു വൈ പ്ലസ് 1 പ്ലസ് വൈ വൺ സ്ക്വയർ ബൈ വൈ ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഒബ്ലിക് അസിംപ്ടോട്ട്? അപ്പം അസിംപ്ടോട്ടിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ടച്ചസ് ദ കർവ് അറ്റ് ഇൻഫിനിറ്റി ഈസ് കോൾഡ് അസിംപ്ടോട്ട് ഓഫ് ദ കർവ്. അടുത്ത, ഫൈൻഡ് ദ എൻവലപ്പ് ഓഫ് ഫാമിലി ഓഫ് സ്ട്രെയിറ്റ് ലൈൻ y ഈക്വൽ mx പ്ലസ് a ബൈ m വേർ m ഈസ് എ പാരാമീറ്റർ. അപ്പൊ എന്നാ ചെയ്യുന്നത്? m കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ m കിട്ടും. m സ്ക്വയർ എക്സ് മൈനസ് എം വൈ പ്ലസ് എ ഈക്വൽ ടു 0. എന്നിട്ട് എന്താ, വൈ സ്ക്വയർ ഈസിക്കൽ ടു 4x കണ്ടുപിടിച്ച് അത് ചെയ്യുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈസിക്കൽ ടു വൈ റേസ് ടു എക്സ്. വൈ റേസ് ടു എക്സ് ആണ്, വൈ റേസ് ടു ഇസഡ് എന്നാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്, വൈ റേസ് ടു എക്സ് ആണ്. അപ്പം ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ വൈ റേസ് ടു എക്സ് ലോഗ് വൈ എന്ന് കിട്ടും. അതായത് തന്നേക്കുന്നതിനെ ലോഗ് വെച്ചിട്ട് തിരിച്ചു ചെയ്യാം. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പം എക്സ് വൈ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഇഫ് ഡബ്ല്യു ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് ഈസിക്കൽ ടു കോസ് ടി വൈ ഈസിക്കൽ ടു സൈൻ ടി. അപ്പം ഡി വൈ ബൈ ഡി ടി എന്നാ കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അപ്പം ഡി എക്സ് ബൈ ഡി ടി എന്താ? മൈനസ് സൈൻ ടി, ഡി വൈ ബൈ ഡി ടി കോസ് ടി. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ എന്താ, ഡി ഡബ്ല്യു ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ അബ്സല്യൂട്ട് മാക്സിമം ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എ ബി ഡിഫൈൻഡ് ഓൺ എ ബൗണ്ടഡ് റീജിയൻ ആർ. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം പഠിക്കണം. അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ ഡെഫിനിഷൻ എന്താ? എഫ് ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓൺ ആർ at the point AB in R if f of xy less than or equal to f of AB for all x, y element of R. അടുത്ത ചോദ്യം, the solid lies between planes perpendicular to x-axis at x equal 0 and x equal 4. The cross sections perpendicular to x-axis are squares whose diagonals run from the parabola y equal minus root x and y equal to root x. Find the area of cross section AX. അപ്പം സ്ക്വയറിന്റെ ഏരിയ ഡയഗണൽ തന്നു കഴിഞ്ഞാൽ എന്തുവാ? ഹാഫ് ഡി സ്ക്വയർ ആണ്. ഡയഗണലിന്റെ ലെങ്ത് എന്താണ്? റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. അപ്പൊ എന്താ? 2 റൂട്ട് എക്സ് എന്ന് കിട്ടും.
അപ്പൊ 1/2 d², എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത, സോറി 1/2 d, അപ്പൊ എന്താ കിട്ടും 1/2 ഇൻറ്റു 2x, 1/2 ഇൻറ്റു 4x, അപ്പൊ 2x എന്ന് ഏരിയ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. Find the volume of solid of revolution generated by rotating the region between y-axis and the graph y equal x, 0 less than y less than 1 about y-axis. അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. y equal to x എന്ന് പറഞ്ഞ ലൈനും y ആക്സിസിന് ഇടയ്ക്കുള്ള റീജിയൻ 0 തൊട്ട് 1 വരെ y ആക്സിന് ചുറ്റും റിവോൾവ് ചെയ്യും. അപ്പൊ അത് ഫിഗർ വരയ്ക്കുക. എന്നിട്ട് ഇക്വേഷൻ the volume is equal to integral 0 to 1 pi r square dy. അപ്പൊ റേഡിയസ് എന്ത് കിട്ടുന്നത്? റേഡിയസ് y എന്ന് തന്നെ കിട്ടും. y മൈനസ് 0 ഇസിക്കൽ ടു y മൈനസ് എക്സ് y മൈനസ് 0 ഇസിക്കൽ ടു y എന്ന് കിട്ടും റേഡിയസ്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഉത്തരം π/3 എന്ന് കിട്ടും. അടുത്ത, write the equations for finding surface area of revolution about x axis and y axis. അപ്പൊ x ആക്സിസിന്റെ വെച്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ s ഇസിക്കൽ ടു ഇന്റഗ്രൽ a to b 2πy root of 1 plus divided by dx the whole square dx. ഇനി y ആക്സിസ് വെച്ചുള്ള s ഇസിക്കൽ ടു ഇന്റഗ്രൽ c to d 2πx root of 1 plus dx by dy the whole square dy. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r 10 plus x square plus 3y square dA. അപ്പൊ എന്നാ ഇതാവും? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 2 10 plus x square plus 3y square dy dx. എന്നിട്ട് അത് ചെയ്യുമ്പോൾ ആൻസർ 86/3 എന്ന് കിട്ടും. നെക്സ്റ്റ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to 2 dz dy dx. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8 എന്ന ആൻസർ കിട്ടും. പാർട്ട് ബിയിലെ ചോദ്യം, ഒബ്റ്റെയിൻ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇൻ ദ പവർ ഓഫ് h ഫോർ f of x is equal to cos x plus h. അപ്പം f of x plus h എന്ന് വെച്ചാൽ f of x plus h into f dash of x plus h square by 2 factorial into f double dash of x plus etc എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് cos x plus h. അപ്പൊ എന്ത് cos x plus h into ഇനി f dash of x തന്നെ വരും മൈനസ് sin x. അങ്ങനെ എഴുതാം. ഇതിപ്പം കഴിഞ്ഞ വർഷത്തെ സ്കീമിനകത്ത് എനി റീസണബിൾ അറ്റംപ്റ്റിന് മാർക്കായിരുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് x square by 9a plus y square by 16a is equal to 2 at the point 3, 4. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ എഴുതുക. dy by dx കണ്ടുപിടിക്കുക. അത് ചെയ്യുമ്പോൾ -16/9 x by y. ഇനി d² by dx² കണ്ടുപിടിക്കുക. അത് -16/8 into 9y² plus 16x² by y² എന്ന് കിട്ടും. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 125/24 എന്ന് കിട്ടും. നെക്സ്റ്റ്, വെരിഫൈ ദാറ്റ് wxy is equal to wyx where w equal x² tan xy. അപ്പൊ എന്താ ഇതിന്റെ wx കണ്ടുപിടിക്കുക, wy കണ്ടുപിടിക്കുക, wxy കണ്ടുപിടിക്കുക, wyx കണ്ടുപിടിക്കുക. അപ്പം അത് രണ്ടും സെയിം ആണെന്ന് കിട്ടും. ചെയ്താൽ മതി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഓൾ ലോക്കൽ എക്സ്ട്രീം പോയിന്റ്സ് ആൻഡ് സാഡിൽ പോയിന്റ് ഇഫ് എനി ഓഫ് ദ ഫംഗ്ഷൻ f of xy equal x³ minus y³ minus 2xy plus 6. അപ്പം fx കണ്ടുപിടിക്കുക, fy കണ്ടുപിടിക്കുക. fx is equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ x 2/3 എന്ന് കിട്ടും. fy ഈക്വൽ ടു 0 എടുക്കുമ്പോൾ y-യുടെ വാല്യൂ 2/3 എന്ന് കിട്ടും. ഇനി fxx-ഉം fyy-യും കണ്ടുപിടിക്കുക. fxy-യും അല്ലെങ്കിൽ fyx-ഓ കണ്ടുപിടിക്കുക. ഇനി fxx ഇൻറ്റു fyy മൈനസ് fxy² കണ്ടുപിടിക്കും. ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 കിട്ടുന്നെങ്കിൽ അവിടാണ് എന്താ
ലെസ് ദാൻ 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ മാക്സിമം ആണ്. ആ പോയിന്റ് എഴുതുക. സാഡിൽ പോയിന്റ് ആയിട്ട് കിട്ടുന്ന ഇവിടെ എന്താണെന്നറിയോ? 2/3 2/3 എന്ന് പറഞ്ഞ പോയിന്റും അല്ലെങ്കിൽ -2/3 2/3 എന്ന് പറഞ്ഞ പോയിന്റും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് generated by revolving the region bounded by the curves and the line y equal x square, y equal 2 minus x, x is equal to 0 about y axis using shell method. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് എനി റീസണബിൾ അറ്റൻഡിന്റെ മാർക്ക് ആയിരുന്നു. അപ്പൊ ഷെൽ മെത്തേഡ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഷെൽ റേഡിയസ് ഷെൽ ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുക. ആദ്യമേ ഈ തന്നേക്കത് വെച്ച് ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് സ്ട്രിപ്പ് വരച്ച് ഷെൽ മെത്തേഡ് വഴി ചെയ്യാം. 18ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y equal 0 ഇന്റഗ്രൽ 0 to x tan d dt 0 less than equal to x less than equal to pi/6. അപ്പം ലെങ്ത് ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ a to b root of 1 plus dy by dx the whole square dx. അപ്പം dy by dx ചെയ്യുമ്പോൾ നമുക്ക് tan x എന്ന് കിട്ടും. പിന്നെ ലെങ്ത് എന്താ കിട്ടും? ലെങ്ത് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi/6 sec x dx. അങ്ങനെ അത് ചെയ്യാം. അടുത്ത ചോദ്യം, sketch the region of the integration and calculate double integral over r sin x by x dA where r is a triangle in the xy plane bounded by the x-axis and y line y equal to x. And അവിടെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് എനി റീസണബിൾ അറ്റൻഡിന് മാർക്ക് ആയിരുന്നു. അപ്പൊ അത് നോട്ട്ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ എക്സ്, അത് റീജിയൻ മാർക്ക് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. അടുത്ത 20ാമത്തെ ചോദ്യം, സ്കെച്ച് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് x equal to 0 y equal to x and region express the region as double integral and evaluate the integral എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് എനി റീസണബിൾ അറ്റൻഡ് മാർക്ക് ആയിരുന്നു. അപ്പൊ ഇത് നോക്കിയാൽ മതി. ഇതുവരെ നമ്മൾ പറഞ്ഞതില് 13ാമത്തെ ചോദ്യം എനി റീസണബിൾ അറ്റൻഡ് മാർക്ക് ആയിരുന്നു. 17ാമത്തെ ചോദ്യം എനി റീസണബിൾ അറ്റൻഡ് മാർക്ക് ആയിരുന്നു. 19ാമത്തെ ചോദ്യം എനി റീസണബിൾ അറ്റൻഡ് മാർക്കാണ്. 20ാമത്തെ ചോദ്യം എനി റീസണബിൾ അറ്റൻഡ് മാർക്കാണ്. 22ാമത്തെ ചോദ്യം നമുക്ക് എനി റീസണബിൾ അറ്റൻഡ് ആണ്. എനി റീസണബിൾ അറ്റൻഡ് 7 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ചെയ്യണം. 25ാമത്തെ ക്വസ്റ്റ്യന്റെ എയും എനി റീസണബിൾ അറ്റൻഡിന് 5 മാർക്ക്. അപ്പം എനി റീസണബിൾ അറ്റൻഡിന് എത്ര മാർക്ക് കിട്ടി എന്ന് ആലോചിച്ച് നോക്കുക. 5 5 5ഉം 7ഉം 12, 12ഉം 5ഉം 17ഉം 5ഉം 22ഉം 5ഉം 27, 27ഉം 5ഉം 32 മാർക്ക് എനി റീസണബിൾ അറ്റൻഡിൽ കൂടെ മാർക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ശരിക്കും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് നമ്മൾ ശരിക്കും എഴുതിയാൽ നല്ല മാർക്ക് കിട്ടിയാണ്. പക്ഷെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യത്തില്ല, അതാണ് പ്രശ്നം. ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു മിസ്റ്റേക്ക് കാണുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതി എന്താണ് അവിടെ ചോദിച്ചേക്കുന്നത് എന്തെങ്കിലും എഴുതി വെക്കുക, മാർക്ക് കിട്ടും. 32 മാർക്ക് അങ്ങനെ കിട്ടിയാണ്. അത് അങ്ങനെ അന്ന് ഇതൊക്കെ ചെയ്തവര് സുഖമായിട്ട് ജയിച്ചാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ കാര്യത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി വരാനിരിക്കുന്നത് വൃത്തിക്ക് പഠിക്കുക. 21ാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ 0 to 3 ഇന്റഗ്രൽ r square by 3 to root 18 minus r square dz r dr d theta. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ u ഈക്വൽ ടു 18 മൈനസ് ആർ സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ആൻസർ നമുക്ക് 9/2 8 root 2 minus 7 pi എന്ന് കിട്ടും. essay question, find the ranges of values x in which the curve y equal 3x cube minus 40x square plus 3x minus 20 are concave upwards or downwards. Also find the points of inflection, equation of the inflectional tangents to the curve and show that they lie on the straight line. ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നു, അതുകൊണ്ട് എനി റീസണബിൾ അറ്റൻഡ് 7 മാർക്കാണ്. അല്ലെങ്കിൽ അത് ചെയ്ത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ അത് ചെയ്ത് സോൾവ് ചെയ്യുന്നതിന് ഫുൾ മാർക്ക് കിട്ടും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ
y ഡാഷ് കണ്ടുപിടിക്കുക, y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. x ഈസിക്കൽ ടു 40/9. അപ്പൊ കോൺകേവ് അപ്വേർഡ് ആവുന്ന 40/9 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്, -∞ 40/9 എന്ന് പറഞ്ഞ ഇന്റർവെല് കോൺകേവ് ഡൗൺവേർഡ് ആണ്. ഇവിടുത്തെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കിട്ടുന്നത് 40/9, -532.644. ഇൻഫ്ലക്ഷൻ ടാൻജന്റ് എന്ന് പറയുന്നത് y മൈനസ് 532.644 ഈക്വൽ -318.159 ഇൻറ്റു എക്സ് മൈനസ് 40/9. ഓക്കെ, അങ്ങനെ ചെയ്യാനായിരുന്നു. 23ാമത്തെ ചോദ്യം, ഇഫ് സൈൻ യു ഈക്വൽ എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ, പ്രൂവ് ദാറ്റ് എക്സ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് y dou u by dou y is equal to 1/2 tan u. Find the maximum and minimum values of the function f of xy is equal to 3x plus 4y takes on the circle x square plus y square is equal to 1. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്താ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, അടുത്ത പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് ടു വൈ ചെയ്യുക. അപ്പൊ എക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2x cos u ഡോ z by dou x is equal to 2x into root x plus root y minus root x into x plus y by root x plus root y the whole square എന്നും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 2y cos u dou z by dou y 2y root x plus root y minus root y into x plus y by root x plus root y the whole square. അങ്ങനെ ചെയ്ത് ആൻസർ 2 cos u എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം മാക്സിമം. അപ്പം ഡെൽ എഫ് ഈസിക്കൽ ടു ലാംഡ ഡെൽ ജി ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ എക്സ് ഈസിക്കൽ ടു 3/2 ലാംഡ എന്നും y ഈസിക്കൽ 2 ലാംഡ എന്ന് കിട്ടും. g ഓഫ് എക്സ് വൈ 0 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ ±3/5, വൈന്റെ വാല്യൂ ±4/5. അപ്പൊ മാക്സിമം 5ഉം മിനിമം -5 എന്നും കിട്ടും. 24ാമത്തെ ചോദ്യം, find the volume of the solid that resolve when the region enclosed by y equal root x, y equals 0 and x equal to 9 revolved about the line x equal to 9. അപ്പൊ അതിന്റെ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുമ്പോഴേ നമുക്ക് ഡിസ്ക് മെത്തേഡ് ആണോ, വാഷർ മെത്തേഡ് ആണോ, ഷെൽ മെത്തേഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കും. അപ്പൊ അത് ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് പൈ 162/5 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് x is equal to 1/3 y square plus 2 the whole square whole raised to 3/2 from y equal to 0 to y equal to 1. അപ്പം ലെങ്ത് ഓഫ് ദ കർവിന്റെ ഇക്വേഷൻ എഴുതുക. ആൻസർ അത് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ കർവ് y root x minus 1/3 x raised to 3/2 1 less than equal to x less than equal to 3 about x axis. അതും ഏരിയ ഓഫ് സർഫസിന്റെ ഇക്വേഷൻ എഴുതുക. ചെയ്യുമ്പോൾ 16π/9 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised to x square plus y square dA where r is the semi circular region bounded by the x axis and the curve y equal root of 1 minus x square. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ജക്കോബിയൻ ഡോ xyz by dou UVW for the transformation u equal x plus y plus z, v equal x plus y minus z, w equal x minus z plus w, z x minus y plus z. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇനി റീസൺ അറ്റൻഡിന് 5 മാർക്കായിരുന്നു. രണ്ടാമത്തെ ജക്കോബിയൻ കണ്ടുപിടിക്കുക. അപ്പൊ എക്സിലും വൈയിലും ഇസഡിലും ആക്കുക. എക്സ് ഈസിക്കൽ ടു v plus w by 2, y equal u minus w by 2, z ഈസിക്കൽ ടു u minus v by 2. ചെയ്ത് ജക്കോബിയൻ നമുക്ക് -1/4 എന്ന് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി പഠിക്കുക, ഇക്വേഷൻസ് എല്ലാം പഠിക്കുക, 25 ക്വസ്റ്റ്യനും എഴുതി പഠിക്കുക.